എന്താണ് UDFന്റെ മലപ്പുറം ജില്ലയിലെ പ്രതീക്ഷ എങ്ങനെയൊക്കെയാണ്? രണ്ടാം ഘട്ടം ഇലക്ഷൻ അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഞങ്ങൾ ജില്ലയിൽ മൊത്തം വിലയിരുത്തിയപ്പോൾ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനമുള്ള ജില്ല മലപ്പുറം ജില്ലയായി നാളെ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോവുകയാണ്. വർദ്ധിച്ച ആവേശമാണ് UDF കേന്ദ്രങ്ങളിലൊക്കെ ഉള്ളത്. വലിയ മാറ്റങ്ങളുണ്ടാവും. വലിയ തിരിച്ചുവരവ് UDFനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷം ജില്ലാ പഞ്ചായത്തിൽ കേവലം ഒരു വിരലിലെണ്ണാവുന്ന സംഖ്യയിലേക്ക് ചുരുങ്ങിപ്പോകാനാണ് സാധ്യത ഉള്ളത്. തിരഞ്ഞെടുപ്പിൽ എല്ലാ മേഖലകളും ചെന്ന് നോക്കുമ്പോഴും ഇടതുപക്ഷ കേന്ദ്രങ്ങളൊക്കെ അവരുടെ ബൂത്തുകളൊക്കെ വളരെ മ്ലാനതയിലാണ് മൊത്തം എല്ലായിടത്തും ഉള്ളത്. പ്രവർത്തകന്മാരൊക്കെ എവിടെ പോയി ഒളിച്ചു എന്നുള്ളത് പറയാൻ കഴിയില്ല. ഇതുവരെയുള്ള വർഗീയതയും അതുപോലെ തന്നെ മറ്റ് പ്രവണതകളൊക്കെ പറഞ്ഞിരുന്നവർക്ക് ഒന്നും പറയാൻ കഴിയാതെ അവർ അണികൾ എവിടെയും കാണാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ജില്ലയിലെ ഏറ്റവും മികച്ച പോളിംഗ് ശതമാനം മലപ്പുറം ജില്ലയിലാകും എന്നുള്ളതാണ് തന്നെ ഉള്ളത്. ഈ പൊന്നാനി നിയോജക മണ്ഡലത്തിലൊക്കെ പൊന്നാനി നിയോജക മണ്ഡലം ഉൾപ്പെടില്ല. പൊന്നാനി നിയോജക മണ്ഡലത്തിൽ മാറ്റമുണ്ട്. ഞങ്ങളുടെ ആലങ്കോട് പഞ്ചായത്താണെങ്കിലും നന്നമുക്ക് പഞ്ചായത്താണെങ്കിലും വെളിയങ്കോട് ഞങ്ങളെല്ലാ പ്രദേശങ്ങളും സഞ്ചരിച്ചപ്പോഴും നല്ല മാറ്റങ്ങളാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പൊന്നാനി മണ്ഡലത്തിലെ പല തദ്ദേശ സ്വയംഭരണ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. തിരിച്ചു പിടിച്ച് ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കും എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ അനുഭവങ്ങൾ പറയാനുള്ളത്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.